ഹായ്, വെൽക്കം ടു ക്രാക്കോൺ. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്ന 2026 കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. PSC എന്തായാലും ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. സംസ്ഥാന സർക്കാർ പുതുതായി ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആകാൻ ഉള്ള പ്രായപരിധി എന്ന് പറയുന്നത് 35 മുതൽ 60 വയസ്സ് വരെ. 35-60 വയസ്സ് വരെ പ്രായത്തിന് ആ ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് മാത്രമേ ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ കഴിയുള്ളൂ. ഇനി കേരള സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സർവീസായ കേരള സഫാരിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആകുന്നത് സഞ്ജു സാംസനാണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ പ്രത്യേകിച്ച് മാർച്ച് 2020 മാർച്ച് എന്ന് പറയുന്നത് സഞ്ജു സാംസനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാസമാണ്. കാരണം അദ്ദേഹം അത്ര ഫെയിമിൽ കയറിയിരിക്കുന്ന അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കരിയർ ഗ്രോത്തിൽ നിൽക്കുന്ന ഒരു പീക്ക് സമയമാണ് ഇപ്പൊ എന്ന് പറയുന്നത്. അദ്ദേഹം മറ്റേ വേൾഡ് കപ്പിൽ ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബാറ്റർ ആയിട്ട് നിൽക്കുകയാണ് അദ്ദേഹം. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ സഞ്ജു സാംസനെ പറ്റി PSC എന്തായാലും ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും നമ്മളൊരു ചോദ്യം പ്രതീക്ഷിക്കണം. അപ്പൊ ഈ ഒരു ചോദ്യം എന്തായാലും വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന സഞ്ജു സാംസണിനെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യനുകൾ PSC പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനുകൾ ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ 2026 ഫെബ്രുവരിയിൽ യൂറോപ്യൻ യൂണിയൻ ഭീകര സംഘടനയെ പ്രഖ്യാപിച്ച് ഇറാൻ സൈന്യമാണ് റെവല്യൂഷണറി ഗാർഡ്. ഈ 2026 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചത് മലയൻകീഴ് ഗോപാലകൃഷ്ണൻ. 2022 വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ജേതാക്കളായതാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. കഴിഞ്ഞ വർഷം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആയിരുന്നു. ഇത്തവണ അവർ തന്നെയാണ് കിരീടം നിലനിർത്തിയിരിക്കുന്നത്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തന്നെയാണ് വനിതാ പ്രീമിയർ ലീഗിന്റെ ജേതാക്കളായിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാരാണ്? ആലിൻ ഷെറിൻ എബ്രഹാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിൽ തുടങ്ങാൻ പോകുന്ന ഒരു അവയവദാന ഹോസ്പിറ്റൽ, അവയവ മാറ്റിവെക്കൽ ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിന് പേരിടാൻ പോകുന്ന ആലിൻ ഷെറിൻ എബ്രഹാം എന്നുള്ളതാണ്. അപ്പോൾ ആ ആലിൻ ഷെറിൻ എബ്രഹാം എന്ന് പറയുന്നതാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായിട്ട് മാറിയിട്ടുള്ളത്. ഈ 2020 ഫെബ്രുവരിയിൽ 50 വർഷം തികയുന്ന കേരളത്തിലെ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇനി സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പുതിയ പ്രോട്ടോകോൾ പ്രകാരം വന്ദേ മാതരം ആലപിക്കാനുള്ള സമയം എന്ന് പറയുന്നത് 3 മിനിറ്റും 10 സെക്കൻഡുമാണ്. അപ്പോൾ ഈ വന്ദേ മാതരം എന്തായാലും ക്വസ്റ്റ്യനിൽ PSC പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇപ്പൊ ഈ വർഷത്തെ ഇത് വെച്ചിട്ട് വന്ദേ മാതരത്തിനെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യനുകൾ വരാൻ സാധ്യതയുണ്ട്. ഈ വർഷം അത്ര ഇമ്പോർട്ടന്റ് ആണ് വന്ദേ മാതരത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ കുറെ പ്രഖ്യാപനങ്ങളും കേന്ദ്രം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യനുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം അതെന്തായാലും വന്ദേ മാതരത്തെ പറ്റി കുറെ കാര്യങ്ങൾ, അതായത് ഇപ്പം ഈ 2026 റിപ്പബ്ലിക് ഡേന്റെ ശേഷം കുറെ പ്രഖ്യാപനങ്ങൾ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അതൊക്കെ കറക്റ്റായിട്ട് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി മാളം എന്ന ചെറുകഥാ സമാഹാരം എഴുതിയത് KS രതീഷാണ്. ആരാണ്? KS രതീഷ്. 2020 ഫെബ്രുവരിയിൽ വാട്സപ്പിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം റഷ്യ. ഓപ്പറേഷൻ സൈബർ ഹോക്ക് 3.0 എന്ന സൈബർ ഓപ്പറേഷൻ ആരംഭിച്ചത് ഡൽഹിയിലാണ്. ഈ 2026 ജനുവരിയിൽ UK വീശിയ കൊടുങ്കാറ്റാണ് ചന്ദ്ര. ജീവനം എന്ന ക്യാമ്പയിൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുടുംബശ്രീ ആയിട്ടാണ്. അപ്പം കുടുംബശ്രീയെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ക്യാമ്പയിനാണ് ജീവനം എന്ന് പറയുന്നത്. ജീവനം. ഇനി കേരളത്തെ തരിശു ഭൂമികൾ കാർഷിക സമൃദ്ധിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ കൃഷി വകുപ്പ് ലോകബാങ്കിന്റെ സഹായത്തോടെ കേര പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച നൂതന പദ്ധതിയാണ് നവോധൻ. അപ്പൊ എന്തിന്റെ ഭാഗമായിട്ടാണ്? കേര, അതായത് ആറിന്റെ സഹായത്തോടെയാണ്, ലോകബാങ്കിന്റെ സഹായത്തോടെ നടത്തുന്ന പദ്ധതിയാണ് കേര പദ്ധതി. ആ കേര പദ്ധതി ആരംഭിച്ച മറ്റൊരു നൂതന പദ്ധതിയാണ് നവോധൻ എന്ന് പറയുന്നത്. ഇനി OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന പ്രശസ്ത നോവലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വെച്ച് പുറത്തിറക്കിയ മലയാള ഫോണ്ട് തസ്രാക്ക് ആണ്. തസ്രാക്ക്. ഈ 2026 ബ്രിക്സ് കൂട്ടായ്മയുടെ ഷെർപ്പ മീറ്റിംഗ് വേദിയാവുന്നത് ന്യൂഡൽഹിയിലാണ്. എവിടെയാണ്? ന്യൂഡൽഹിയിലെ. 2020 ഫെബ്രുവരി കണക്കുകൾ പ്രകാരം ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം 75. 2025 കറപ്ഷൻ റിസപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 91 ആണ്. 2025-26 വർഷത്തെ സ്ത്രീ സമാധാന സുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഡെൻമാർക്കാണ് കേട്ടോ. ഡെൻമാർക്കാണ്. ഈ സ്ത്രീ സമാധാന സുരക്ഷാ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാലോ? ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 130 കേട്ടോ. ഇന്ത്യയുടെ സ്ഥാനം 130 ഒന്നാം സ്ഥാനം ഏതൊക്കെയാണ്? ഡെൻമാർക്കിനാണ്. ഈ ലോകകപ്പ് ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി അലിഷാൻ ഷറഫ്. ആരാണ്? അലിഷാൻ ഷറഫാണ് ലോകകപ്പ് ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി. ഇനി അലിഷാൻ ഷറഫ് കളിക്കുന്ന രാജ്യം UAE ആണ് കേട്ടോ. പുള്ളിക്കാരൻ ഇന്ത്യക്കാരൻ അല്ല, UAE ആണ്. മലയാളിയാണ്, പക്ഷെ UAE സിറ്റിസൺ ആണ്. അപ്പോൾ UAE ടീം, അത് UAE ടീമിലാണ് അലിഷാൻ ഷറഫ് കളിച്ചത്. ഇനി 2026 നടക്കുന്ന നാവിക അഭ്യാസമായ മിലാൻ 2026 വേദിയാവുന്നത് വിശാഖപട്ടണമാണ്. എവിടെയാണ്? വിശാഖപട്ടണത്ത് വെച്ചാണ്. ഇനി ഇന്ത്യയിലെ ആദ്യ ജാതിരഹിത ഗ്രാമം ചോദിച്ചാൽ സൗന്ദലയാണ്. എവിടെയാണ്? സൗന്ദലയാണ് ഇന്ത്യയിലെ ആദ്യ ജാതിരഹിത ഗ്രാമം. സൗന്ദല, മഹാരാഷ്ട്രയിലെ സൗന്ദല എന്ന് പറഞ്ഞ ഗ്രാമമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജാതിരഹിത ഗ്രാമമായിട്ട് മാറിയിട്ടുള്ളത്. ഇനി കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര വിദ്യാലയം വന്നത് മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂരാണ്. എവിടെയാണ്? മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂര്.
ഇനി ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി രാജ്യത്ത് ആദ്യമായി പാഠ്യപദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം കേരളമാണ്. എവിടെയാണ്? കേരളമാണ് ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി രാജ്യത്ത് ആദ്യമായി പാഠ്യപദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ മ്യൂസിക്കൽ റോഡ് നിലവിൽ വരുന്ന എവിടെയാണ്? അത് മുംബൈ ആണ് ട്ടോ. എവിടെയാണ്? മുംബൈയാണ് ഇന്ത്യയിലെ ആദ്യ മ്യൂസിക്കൽ റോഡ് നിലവിൽ വരുന്നത്. ഇനി ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുത്തത് താരിഖ് റഹ്മാൻ. ആരാണ്? താരിഖ് റഹ്മാനാണ് ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രി. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഹെലികോപ്റ്റർ ശാല നിലവിൽ വരുന്നത് വെമഗൽ കർണാടകയിൽ വെമഗൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്വകാര്യ ഹെലികോപ്റ്റർ കേട്ടോ. സ്വകാര്യ ഹെലികോപ്റ്റർ നിർമ്മാണശാല നിലവിൽ വന്നത്. 2000 ഫെബ്രുവരി നാറ്റോ ആരംഭിച്ച പുതിയ ആർട്ടിക് ദൗത്യമാണ് ആർട്ടിക് സെൻട്രി. ആരാണ് ആരംഭിച്ചത്? നാറ്റോ ആണ് ട്ടോ. നാറ്റോ ആരംഭിച്ച ആർട്ടിക് ദൗത്യമാണ് ആർട്ടിക് സെൻട്രി. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. ഇതുപോലത്തെ മറ്റു നല്ല ക്ലാസ്സുകളായിട്ട് ഇനിയും കാണാം. താങ്ക് യു.